ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടന്നാലോ. അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സുധിയാണ്. അങ്ങനെ സുധിയുടെ കടയിലേക്ക് ആരോ ഒരു കത്തും കൊണ്ട് വന്ന് ഫ്രമും ഇല്ല, ട്യൂവും ഇല്ല, ഒന്നുമില്ല, ഒരു കത്താണ്. അയാൾ അത് കൊടുത്തിട്ട് പോകുകയും ചെയ്തു കേട്ടോ. നമ്മുടെ സുധിക്ക് ഇങ്ങനെ ഓരോരോ കത്തുകൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ചങ്കിടിപ്പ് ഇപ്പോഴും സുധിക്കുണ്ട്. അപ്പൊ ഈ കത്ത് കിട്ടിയത് നമ്മുടെ സുധി ആ കത്ത് പൊട്ടിച്ചു വായിക്കാൻ പോവുകയാണ് കേട്ടോ. ചങ്കിടിപ്പോട് കൂടി തന്നെ വായിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് കിട്ടിയ കത്തിൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ആ ഒരു പേടി കാരണം ഇപ്പൊ ഷർട്ട് പോലും ചൊവ്വേ നേരെ ഇഷ്ടമുള്ള നിറത്തിലുള്ള ഇടാൻ പറ്റുന്നില്ല. ഒരു സാമുജി പറഞ്ഞു നമ്മൾ പറയുന്ന കളർ മാത്രമേ ഇടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുകയാണ്. വിശ്വാസം തലയ്ക്ക് പിടിച്ചു, അല്ലാതെ ഒരു രക്ഷയും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഏതായാലും ഈ ഒരു സമയത്ത് അയാളെ കാണാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സുധി ആണെങ്കിൽ അവിടെ നിന്ന് എല്ലാ സ്റ്റാഫുകളോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഒരു നീല ഉടുപ്പിട്ട് ഒരു ഷർട്ടും ജീൻസും ഒക്കെ ഇട്ടിട്ട് ഒരാൾ വന്നില്ല, അയാളെ കണ്ടോ എന്ന്. അപ്പോഴത്തേക്കും സ്റ്റാഫുകൾ പറയുന്നുണ്ട്, അത് അയാൾ നേരത്തെ പോയല്ലോ, ഇതിലെ കൂടെ ഇറങ്ങി പോയല്ലോ എന്ന്. നമ്മുടെ സുധി ആണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചെന്ന് തപ്പുന്നുണ്ട്. ഒരു എന്താ പറയാ, ഒരു രോമത്തിൽ പോലും ഒരു രോമം പോലും നമ്മുടെ സച്ചിക്കല്ല സുധിക്ക് കിട്ടുന്നില്ല. CCTV ഒക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഇറങ്ങിപ്പോയി. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാനില്ലല്ലോ. അങ്ങനെ എന്റെ ഈശ്വര, എനിക്കാണല്ലോ തലവേദന. ഒരുത്തൽ ലെറ്റർ കൊണ്ടുവന്നതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അപ്പോഴാ വേറൊരെണ്ണം പുറകെ വന്നേക്കുന്നത്. എന്റെ ഈശ്വര, ഇതിലിപ്പോ എന്താണോ എഴുതിയിരിക്കുന്നത്, ആകപ്പാടെ പേടിയാകുവാണല്ലോ എന്റെ പൊന്നു തമ്പുരാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാമീനെയൊക്കെ വിളിച്ച് പതുക്കെ ആ ലെറ്റർ അങ്ങ് തുറക്കാണ്. രണ്ടും കൽപ്പിച്ച് പുള്ളിക്കാരൻ ആ ലെറ്റർ അങ്ങ് തുറന്നു. അങ്ങനെ ലെറ്ററിൽ പറയുന്നത് വേറൊന്നുമല്ല, നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ അത് ചിലപ്പോൾ നിന്റെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരെ വന്നേക്കും, അതുപോലെയുള്ള കാര്യങ്ങളാണ്. പിന്നെ 2, നിന്റെ സഹോദരൻ കൊലയാളിയാകും. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി, അയ്യോ എന്നെ ആയിരിക്കും അവൻ കൊല്ലുന്നത്. അത് കഴിഞ്ഞ് 3, നീ ആത്മഹത്യ ചെയ്യും. ഈ 3 കാര്യങ്ങളാ നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. ഇത് കേട്ടത് നമ്മുടെ സുധിയുടെ ജീവനും ജീവിതവും ഒക്കെ പോവാണ്. അങ്ങനെ നമ്മുടെ സുധി, എന്റെ ദൈവമേ, എന്താ ഈശ്വര എന്നോട് ഈ പരീക്ഷണം. ശ്രീകാന്ത് ആരെയും കൊല്ലൂല, അപ്പം ആരായിരിക്കും കൊലയാളിയാകുക? സച്ചിയാണോ? സച്ചി കൊലയാളിയാകുകയാണെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കും, എന്നെ തന്നെ ആയിരിക്കും. അയ്യോ, എനിക്ക് പേടിയാകുന്നു. അല്ല, സച്ചി എന്നെ കൊന്നാ ഞാൻ എങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത്? ഇല്ലല്ലോ, ഞാൻ ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ സച്ചി വേറെ ആരെങ്കിലും കൊല്ലും, അപ്പൊ ഞാൻ ആത്മഹത്യ ചെയ്യും. ആകെപ്പാടെ മൊത്തം കൺഫ്യൂഷൻ ആണല്ലോ എന്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് സുധി അങ്ങ് തുടങ്ങി കേട്ടോ. സുധി ആണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പരക്കം പാഞ്ഞു നോക്കുകയാണ് അയാൾ പോകുന്നത്. CCTVയില് ലെഫ്റ്റിലേക്കാണ് അയാൾ പോയത് കാണിച്ചേക്കുന്നത്. അപ്പൊ ലെഫ്റ്റിലേക്ക് പോകാന്ന് പറഞ്ഞുകൊണ്ട് അയാളെ തേടി അയാളുടെ പുറകെ നെട്ടോട്ടം ഓടുകയാണ്. ഈ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല. ഇങ്ങനെയുള്ള സംഭവം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടല്ലേ, സത്യം നമ്മുടെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. അത് തന്നെയാ സുധിക്ക് സംഭവിക്കാൻ പോകുന്നത്. ഏതായാലും നമ്മുടെ സുധി പിടിവിട്ടില്ല. അന്വേഷിച്ച് അയാളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അയാളുടെ അടുത്തേക്ക് ചെന്നപ്പോ അയാൾ ഒരു തട്ടുകടയിൽ കയറി ചായ കുടിച്ചോണ്ട് നിൽക്കുകയാണേ. സുധി ഓടി ചെന്നില്ലേ, ആരാടാ നീ എന്തിനാടാ ഇപ്പൊ ചായയും കുടിച്ചോണ്ട് നിൽക്കുന്നത്? നീ എന്തിനാടാ എനിക്ക് ലെറ്റർ തന്നത്? പറയടാ, നീ ആരാടാ? നിന്റെ കയ്യിൽ ഈ ലെറ്റർ തന്നത് ആരാടാ? എനിക്ക് അറിയണോടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഭയങ്കര വിഷയം. അപ്പൊ അയാൾ പറഞ്ഞു, കോളർ ഇത് വിട് സാറേ, വിട്. ഞാൻ പിടിക്കുന്നില്ല, എനിക്കറിയണം ആരാ ഈ ലെറ്റർ തന്നത്. ഞാനല്ലേ തനിക്ക് ഈ ലെറ്റർ തന്നത്? ലെറ്റർ തന്നത് നീയൊക്കെ തന്നെയാ. ഇത് എഴുതി എനിക്ക് തരാനായിട്ട് നിന്റെ കയ്യിൽ തന്നു വിട്ടത് ആരാണെന്നാ ചോദിച്ചത്. തന്നു വിട്ടത് ആരാന്നൊക്കെ ഞാൻ പറയാം. എന്നാ പറയും. എന്നാ പിന്നെ ഞാൻ കുടിച്ച ഈ ചായയുടെ ക്യാഷ് ആദ്യം കൊടുക്ക്. നീ കുടിച്ച ചായയുടെ ക്യാഷ് എന്തിനാടാ ഞാൻ കൊടുക്കുന്നത്? അതെ, ഈ കത്താര തന്നു വിട്ടതെന്ന് അറിയണോ? അറിയണം. അതറിയണമെങ്കിലേ ക്യാഷ് കൊടുക്ക്, ചായയുടെ ക്യാഷ് കൊടുക്ക്. കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് സുധി ചായയുടെ ക്യാഷ് കൊടുക്കാണ് കേട്ടോ. ഏതായാലും സുധി ചായയുടെ ക്യാഷ് കൊടുക്കുന്നു. അപ്പൊ ചോദിക്കുന്നുണ്ട്, എത്രയാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ 80 രൂപയെന്ന് പറയാ. ഒരു ചായക്ക് 80 രൂപയോ? ഇത് എന്ത് ചായ? ചായ മാത്രമല്ല, ബോണ്ടയും വടയും പഴംപൊരിയും സിഗരറ്റും മേടിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം പൈസ ആ ചായയുടെ കൂടെ കൂട്ടണമല്ലോ. അപ്പോഴത്തേക്കും അയാൾ ഇങ്ങനെ നമ്മുടെ സുധി അയാളെ നോക്കിട്ടോ. അപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു, കൊടുക്ക് സാറേ, ആരാന്ന് സാറിന് അറിയട്ടെ, ഇപ്പൊ കൊടുക്കാൻ പറഞ്ഞു. അയാളെ തന്നെ കണ്ടാൽ തന്നെ അറിയാം, ഒരു ചെറിയൊരു ഗുണ്ടയുടെ ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു ഷേപ്പൊക്കെ ഉണ്ട് കേട്ടോ. തൊണ്ടയ്ക്ക് നല്ലൊരു കുറുകുറുപ്പുണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് സംസാരിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് മിസ്സായി പോകുന്നത്. ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. ഏതായാലും ഈ ഒരു സമയത്ത് അങ്ങനെ സുധി പൈസ കൊടുത്തു വന്നപ്പോഴത്തേക്ക് വീണ്ടും അയാൾ മുങ്ങി. നമ്മുടെ സുധി നോക്കുന്നു, അയാളെ കാണുന്നില്ല.
അപ്പം ആ കടക്കാരൻ പറഞ്ഞു, ഇനി അയാളുടെ പൊടി പോലും കാണുന്നു തോന്നുന്നില്ല സാറേ, അയാൾ അങ്ങനെയാ. അതെന്താ താൻ അങ്ങനെ പറഞ്ഞത്? അതെന്താ അയാളുടെ പൊടി പോലും കിട്ടാത്തത്? അയാളെ ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അല്ല, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് സാറേ? എന്താന്ന് മനസ്സിലാവുന്നില്ല. അത് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അവനെ എന്റെ ഷോറൂമിൽ വന്നൊരു ലെറ്റർ തന്നിട്ട് അങ്ങ് പോയതാ. വേറെ ആരോ അവന്റെ കയ്യിൽ അത് കൊടുത്ത് വിട്ടതാ. അതെ, ഈ ലെറ്റർ തന്നവനെ ചെറിയ പുള്ളി അല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് കടക്കാരൻ. ഇതുകൂടെ കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ സുധിയുടെ വീണ്ടും പകുതി ജീവനും കൂടെ പോയിട്ടോ. ഉണ്ടായിരുന്ന ഒരു അല്പ ജീവൻ ഉണ്ടായിരുന്നു, അതും കൂടെ പോയി ഉള്ള ഒരു അവസ്ഥയായിപ്പോയി. കാരണം നമ്മുടെ സുധി ഇനി ഓരോ നിമിഷവും പേടിച്ച് പേടിച്ച് ജീവിക്കണമല്ലോ. ഒന്ന് ഓർത്ത് നോക്കി, അങ്ങനെ ഒന്ന് ജീവിക്കുന്നത്, ഇന്ന് മരിക്കും നാളെ മരിക്കും എന്നൊക്കെ ഓർത്തിട്ട് ജീവിക്കുന്നത്. അങ്ങനെ നമ്മുടെ സുധി, എന്റെ ഈശ്വര, എന്തൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, എന്റെ ഭഗവാനെ കാത്തോണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ലെറ്ററും കൊണ്ട് ഇങ്ങനെ കൈ കൂപ്പി പിടിച്ച് നിൽക്കുന്ന നമ്മുടെ സുധി കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരത്തിനെയാണ്. ശരത്ത് പാതിരാത്രി ഒരു ബാഗൊക്കെ തൂക്കി പിടിച്ചോണ്ട് കയറി വന്നപ്പോഴത്തേക്കും നമ്മുടെ ദേവ് ചോദിച്ചു, വന്നോ നീ? എവിടെയായിരുന്നു നീ? എടാ, സമയം എത്രയായടാ? ഈ സമയം വരെ നീ എവിടെ പോയതായിരുന്നു? നിനക്ക് പഠിക്കാനൊന്നും ഇല്ലടാ? നേരത്തെ വീട്ടിലെത്തണമെന്ന് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ? നീ പറഞ്ഞ കേൾക്കാത്ത എന്താടാ? ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ നിങ്ങള്? ഓ, സമയം നോക്കി പോകാനും വരാൻ എന്താ ഇത് ഓഫീസാണോ? ദേ എടാ, തർക്കുത്തരം പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി വന്നിട്ട് അങ്ങ് പറഞ്ഞു. അല്ല, ദേവ് പറഞ്ഞു, അതെ, നീ കുടിച്ചിട്ടുണ്ടോ? സത്യം പറയടാ, നീ കുടിച്ചിട്ടുണ്ടോ? ദേ അമ്മേ, ഇവൻ കുടിച്ചിട്ടുണ്ട്. ഇവന് മദ്യം മണക്കുന്നുണ്ടമ്മേ, മദ്യം മണക്കുന്നുണ്ട്. സംസാരം കേട്ടപ്പോ എനിക്ക് തോന്നിയതാ മോളെ. എന്ത് ഭാവിച്ചാടാ? ഇതിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ ഒരു കമ്പനിക്ക് കഴിച്ചതാ കുറച്ച്. അത് വലിയ കുറ്റമൊന്നുമല്ല. കുറ്റമല്ലേ? എടാ, എപ്പം മുതലാടാ ഈ ശീലം തുടങ്ങിയത്? സ്വയം നശിക്കാൻ നീ തീരുമാനിച്ചല്ലേ? നിന്നെ കൊണ്ട് ഞാൻ മടുത്തല്ലോടാ. ഇച്ചിരിയെങ്കിലും സ്നേഹം നിനക്ക് ഞങ്ങളോട് ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ കാണിക്കുമായിരുന്നോ? കാണിക്കില്ലായിരുന്നല്ലോ. നിന്റെ പോക്ക് ശരിയല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്താടാ നിന്റെ മനസ്സിൽ? സച്ചേട്ടൻ പറയുന്നത് ശരിയായി പോവാണല്ലോടാ എന്ന് ലക്ഷ്മി അല്ല, ദേവ്. അങ്ങനെ ലക്ഷ്മി പറഞ്ഞു, എന്റെ മോൻ വളരുവാണല്ലോ, നാളെ ഞങ്ങൾക്കൊരു നല്ല ദിവസം ഉണ്ടാകും എന്നൊക്കെ ഓർത്തിട്ട് ഇത്രയും നാള് പിടിച്ചു നിന്നത് ഒക്കെ വെറുതെയാണെന്ന് മനസ്സിലായി. ഒരു പ്രതീക്ഷയും ഇല്ലടാ. നിന്നെ കുറിച്ച് പ്രതീക്ഷിച്ചതെല്ലാം വെറുതെയാടാ. സ്വപ്നം കണ്ടതൊക്കെ വെറുതെയായി. അല്ല, ഇപ്പം ഇങ്ങനെ പറയാൻ എന്താ ഉണ്ടായതമ്മേ? ഓ, പിന്നെ നീ എന്താടാ നീ ഞങ്ങളെ ചോദ്യം ചെയ്യുന്നത്? തിരിച്ച് നീ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ദേ, പാർട്ട് ടൈം ജോലി എന്നൊക്കെ പറഞ്ഞ് കറങ്ങി നടന്നിട്ട് നീ ഇതാണോ ചെയ്യുന്നത്? എന്തിനാടാ അമ്മേനെ ഇട്ട് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? കോളേജിലേക്ക് അതും പറഞ്ഞുകൊണ്ട് ബാഗ് എടുത്തോണ്ട് നീ ഇറങ്ങുന്നത് ഇതിനായിരുന്നോ? അപ്പോഴത്തേക്കും പെട്ടെന്ന് ശരത്ത് എന്ത് ചെയ്തു? ആ ബാഗ് വലിച്ചൊരു ഒറ്റയേറ്, സമാധാനം തരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴത്തേക്കും ലക്ഷ്മിക്ക് ഭയങ്കര വിഷമമായിട്ടോ. ലക്ഷ്മി കരയാൻ തുടങ്ങി. എന്താടാ മോനെ ഇങ്ങനെ? എടി, എന്താടി അവൻ ഇങ്ങനെ പോയ അവന്റെ ഭാവി എന്താകും? ഈ പോക്ക് എവിടെ ചെന്ന് അവസാനിക്കും? ഒരു സമാധാനവും കിട്ടുന്നില്ലല്ലോ എന്റെ ദൈവമേ. ഈ പിള്ളേർക്ക് വേണ്ടി എന്റെ ജീവിതം ഞാൻ നശിപ്പിക്കേണ്ടി വരുന്ന തോന്നുന്നത്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ദേവു ആ ബാഗ് എടുത്തിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. അവന് ബുക്കൊക്കെ വലിച്ചെറിയുന്നു, ഉത്തരവാദിത്വം ഇല്ലാത്തവനെന്ന് പറഞ്ഞോട്ടോ. അങ്ങനെ ബാഗ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അതിനകത്തുനിന്ന് ഒരു സിഗരറ്റ്. അപ്പോഴത്തേക്കും നമ്മുടെ ദേവു പറഞ്ഞു, ദേ കുടി മാത്രമല്ല, ദേ വലിയും കൂടെ ഉണ്ട്. ദേ ഇത് നമ്മൾ ഇന്ന് അറിഞ്ഞത്. പക്ഷെ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി കാണും. ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അമ്മ. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അമ്മ ചേച്ചീനെ വിളിച്ച് ചേച്ചീനെ കൊണ്ട് എല്ലാം പറയിപ്പിക്കണം. നമ്മൾ പറഞ്ഞാലൊന്നും അവൻ കേൾക്കാൻ പോകുന്നില്ല. ചേച്ചി വന്ന് അവനോട് സംസാരിക്കട്ടെ, അല്ലാതെ ഇത് തീരത്തില്ല അമ്മേ. അവന്റെ ഭാവി പോകും അമ്മേ. വിളിക്കമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിനെ വിളിക്കുകയാണ്. അപ്പൊ രേവതി ഫോൺ എടുത്തിട്ട് പറയമ്മേ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ലക്ഷ്മി കരയാൻ തുടങ്ങി. മോളെ രേവതി, അയ്യോ അമ്മ എന്തിനാ അമ്മ കരയുന്നത്? അമ്മയ്ക്ക് എന്താ അമ്മ പറ്റിയത്? അമ്മ എന്തിനാ കരയുന്നത്? എന്താ അമ്മ ഇത്? അത് പിന്നെ ശരത്തിനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് പേടിയാവുക, ഭയങ്കര പേടിയാവുക. എന്താ പേടിക്കാന്? അത് അവന്റെ പോക്ക് ശരിയല്ല. അവന്റെ ഭാവി എന്താകും മോളെ? പറ നീ. ഇത്ര പെട്ടെന്ന് എന്താ വിഷയം ഉണ്ടായത്? അവന് ആന്റണിയുടെ കൂടെ കറങ്ങുന്നത് നിർത്തിയില്ലല്ലേ? ഇപ്പൊ എന്താ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ അവന്? പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചാല്, ഓ അമ്മ ഒന്ന് കാര്യം തുറന്നു പറ. ആന്റണിയുടെ കൂടെ കൂടരുതെന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കത്തുമില്ല. അമ്മ എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ. അമ്മ വിഷമിക്കാതിരിക്കെ. അവന്റെ പഠിത്തം കഴിഞ്ഞാലേ അവന് ആന്റണിയുടെ കൂട്ടുവിട്ട് വേറെ ഏതെങ്കിലും ജോലിക്ക് പൊക്കോളും. പഠിക്കാൻ അവൻ കോളേജിൽ പോയിട്ടല്ലേ മോളെ? അവൻ കോളേജിലേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് എവിടെയാന്നോ? ആന്റണിയുടെ കൂടെ കറങ്ങി നടക്കുകയാണ്. അവന്റെ കൂടെ കൂടി എല്ലാ ചീത്ത കൂട്ടുകെട്ടിലും ഏർപ്പെട്ടു. ഇപ്പൊ രാത്രി വീട്ടിൽ കയറി വരുന്നത് പാതിരാത്രി. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പം അവന് കുടിക്കാനും വലിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. കുടിക്കാനും വലിക്കാനും തുടങ്ങിയെന്നോ? അമ്മ എന്താ പറഞ്ഞത്? സത്യ മോളെ,
അവൻ ഇന്ന് വന്നപ്പം മദ്യം മണക്കുന്നുണ്ടായിരുന്നു. അവന്റെ ബാഗ് അവൻ തന്നെ വലിച്ചെറിഞ്ഞു. അത് ദേവു എടുത്തപ്പം അതിനകത്തുനിന്ന് ഒരു സിഗരറ്റും കിട്ടി. ദേ, നമ്മുടെ ശരത്ത് പഴയ ശരത്തല്ല മോളെ, നമ്മുടെ ശരത്ത് ഒരുപാട് മാറി. അവന് അവനിപ്പം ചീത്ത കൂട്ടുകെട്ടില്ല, അവൻ ചീത്തയായി. അവന്റെ ഭാവി നശിക്കും. എനിക്ക് വയ്യ, ഇതൊക്കെ കണ്ടോണ്ടിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അമ്മേ, എനിക്കും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇവനിത് എന്ത് ഭാവിച്ച? ക്യാഷിന് വേണ്ടി ആന്റണിയുടെ കൂടെ ജോലി ചെയ്യുന്നെന്നാ ഞാൻ കരുതിയത്. ഇതിപ്പം ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ വരുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇങ്ങനെ പോയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നെന്ന് എനിക്ക് അറിയില്ല മോളെ. എനിക്ക് പേടിയാവുക. നീ അവനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിപ്പിക്കുക. അവന്റെ ജീവിതം ഇതുപോലെ നശിക്കരുത്. നീ അവനോട് ഒന്ന് വന്ന് രാവിലെ സംസാരിക്കുക. ആന്റണി അവനിങ്ങനെ ആക്കുന്നത് അമ്മ പേടിക്കൊന്നും വേണ്ട, ഞാൻ വരാം. പിന്നെ ശരത്തിനോട് സംസാരിക്കുന്നതിന് മുമ്പ് ആന്റണിയോട് സംസാരിക്കേണ്ടത്. വേണ്ട രീതിയിൽ അവനിട്ട് രണ്ടു കൊടുത്താലേ നിർത്തിക്കോളും. അവൻ പിന്നെ ശരത്തുമായിട്ട് കൂട്ടുകൂടില്ല. നാളെ രാവിലെ ഞാൻ അവനെ ചെന്ന് കാണുന്നുണ്ട്. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വരാമേ. അയ്യോ മോളെ, ആ ക്രിമിനലിനോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. മോള് സൂക്ഷിക്കണം കേട്ടോ. ഒരാപത്തും വിളിച്ചു വരുത്തി വെക്കരുത്. അവൻ എന്തും ചെയ്യാൻ പഠിക്കാത്തവനാ, അതുകൊണ്ടാ പറയുന്നത്. മോൾ ആന്റണിയുടെ കാണാനൊന്നും പോകണ്ട, മോൾ ഇങ്ങോട്ട് വന്നാൽ മതി. എന്തിനാ വെറുതെ അവന്റെ അടുത്തേക്ക് പോകുന്നത്? നീ നിന്റെ അനിയനെ പറഞ്ഞ് മനസ്സിലാക്ക, അല്ലാതെ ആന്റണീനെ പറയണ്ട. ഓ അമ്മേ, അവന് ഇങ്ങനെ വിട്ടാ ശരിയാവില്ലമ്മേ. ദേ, നമ്മുടെ ശരത്തിന്റെ ഭാവി ഇല്ലാതാക്കുന്ന കാര്യ, അതുകൊണ്ട് നിലയ്ക്ക് നിർത്തണം. ഇനി അവ ശരത്തിനെ കാണില്ല. അതിനുള്ള കാര്യം എന്താണെന്ന് എനിക്കറിയാം. വേണ്ടതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. കിട്ടിയതൊന്നും അവന് പോരെന്നാ തോന്നുന്നത്. ഇനിയും അവന് കൊടുക്കാം, അവന് വയറ് നിറയെ കൊടുക്കാം എന്ന് പറഞ്ഞ് രേവതി ഫോണും കട്ട് ചെയ്തു. അയ്യോ, പിന്നെ ലക്ഷ്മിക്ക് പറയാനുണ്ട്. എന്റെ പൊന്നു രേവതി മോളെ, എന്താ മോളെ നീ ഫോൺ വെച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഫോൺ വെച്ചിട്ട് പോയി. അപ്പൊ ദേവി ചോദിച്ചു, എന്താ പറഞ്ഞത് രേവതി ചേച്ചി? അത് പിന്നെ നാളെ അവള് കാണാൻ പോകുന്ന ആന്റണീനെ. ഓ, എനിക്കറിയില്ല. ഒന്നാമത് കഴിഞ്ഞ പ്രാവശ്യം സച്ചി അവന് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചതിന്റെ കലിയുണ്ട്. അതുപോലെ തന്നെ രേവതിനെ കൊല്ലാൻ നോക്കിയതല്ലേ. മുന്നിൽ കിട്ടിക്കഴിഞ്ഞ് അവൻ എന്തെങ്കിലും ചെയ്യും, എന്റെ മോളെ കൊല്ലും. ഓ അമ്മ പേടിക്കണ്ടെന്നേ. രേവതി ചേച്ചി സച്ചേട്ടന്റെ പെണ്ണ. ചേച്ചിയെ ആന്റണി ഏതായാലും തൊടാൻ പോകുന്നില്ല. തൊട്ടാല് സച്ചേട്ടൻ അവന്റെ കഥ കഴിക്കും. അത് അവന് നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി അങ്ങ് അകത്തേക്ക് കയറിപ്പോയില്ലേ. ഓരോരോ കുരുക്കുകൾ വരുന്ന വഴിയല്ലേ. ഓരോരോ കുടുംബങ്ങൾ ഇങ്ങനെയാണ് തകരുന്നത്. ചീത്ത കൂട്ടുകെട്ടിൽ ചെന്ന് അകപ്പെട്ട് കഴിഞ്ഞാൽ തീർന്ന് മക്കളുടെ ഭാവിന്ന് കൂട്ടിക്കൊണ്ടാ മതി. നമ്മുടെ മക്കളെ പറഞ്ഞ് ചെറുപ്പത്തിലേ മനസ്സിലാക്കിക്കൊണ്ട് വരും, അത്രേ ഉള്ളൂ. ചീത്ത കൂട്ടുകെട്ടിലൊക്കെ കൂടിയാ പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വരുന്നതല്ലേ. നമ്മുടെ ആഗ്രഹങ്ങളല്ല, അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തന്നെ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ അവർക്കൊരു നല്ല ഭാവി കിട്ടില്ല. ചീത്ത കൂട്ടുകെട്ടിലൊക്കെ അകപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളെ സഹിക്കുമല്ലേ. എന്നാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. അടുത്ത സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുക. അപ്പൊ സച്ചി കയറി വരികയാണ് കേട്ടോ. സച്ചി ഓട്ടോ ഒക്കെ കഴിഞ്ഞ് പതുക്കെ കയറി വരിക. പിന്നെ രേവതിയുടെ മുഖം ഒന്ന് വാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിക്ക് അറിയാലോ. അങ്ങനെ സച്ചി വന്നിട്ട്, രേവതി എന്താ രേവതി നീ ഇവിടെ നിൽക്കുന്നത് ഈ രാത്രി? അല്ല, നിനക്ക് എന്താ പറ്റിയത്? നിന്റെ മുഖത്ത് വല്ലാത്തൊരു വിഷമം ഉണ്ടല്ലോ. രേവതി എന്താ പറ. അമ്മ എന്തെങ്കിലും പറഞ്ഞോ? പറ, സത്യം പറ. അമ്മ ചിലപ്പോ നിന്നെ വഴക്ക് പറഞ്ഞു കാണൂലേ. ദേഷ്യവും സങ്കടവും ഒക്കെ അങ്ങ് മിന്നി മറിയാണല്ലോ മുഖത്ത്, എനിക്ക് മനസ്സിലായി. പറ എന്താ പ്രശ്നം ഉണ്ടാക്കിയത്? അമ്മ അങ്ങനെ വാള് എടുത്തോ? ഓ പിന്നെ നിങ്ങളുടെ അമ്മ വാള് താഴെ വെക്കില്ലല്ലോ അതിനെടുക്കാനായിട്ട്. വാൾ എപ്പോഴും എന്റെ നേരെ ഇങ്ങനെ വീശാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കല്ലേ. ഓ അപ്പൊ നിനക്കൊരു വാളെടുത്തങ്ങ് വീശിയാ പോരെ? നീ ഒരു പരിചയ പോലും എടുക്കാതെ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന വിഷയം. അത് പിന്നെ ഇപ്പൊ വിഷയം ദേ നിങ്ങളുടെ അമ്മയല്ല, എന്റെ അനിയനാ. നിന്റെ അനിയനോ? ശരത്തോ? അവൻ മോശ ശീലങ്ങളൊക്കെ തുടങ്ങി. അമ്മ ഇപ്പൊ എന്നെ ഫോൺ വിളിച്ചിട്ട് കട്ട് ചെയ്തതേ ഉള്ളൂ. ഇത് കേട്ടത് നമ്മുടെ സച്ചി ഒരു ഒറ്റ ചിരി, എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചോദിച്ചു, അല്ല ഇതെന്താ സച്ചിട്ട് ചിരിക്കുന്നത്? ഓ അല്ല, ചിരിക്കല്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? അവന്റെ കൈ ഒടിക്കണോ? ഒരു ദിവസം കൈ ഒടിക്കാൻ പോയപ്പം നീ നിന്റെ അമ്മയും അനിയത്തിയൊക്കെ കൂടി എന്റെ നേർക്കിട്ട് വന്ന് തുള്ളിയില്ല. അത് ഞാൻ മറന്നിട്ടില്ല. പിന്നെ മദ്യക്കുപ്പി സിഗരറ്റൊക്കെ ആയിട്ട് നിന്റെ അനിയനെ ഞാൻ കണ്ടായിരുന്നു. കുറച്ച് ഉപദേശവും ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ പേരിൽ എന്നെ പുച്ഛിക്കുകയും ചെയ്തു നിന്റെ അനിയൻ ധാരാളം. ഇപ്പം സിഗരറ്റ് മാത്രം, അതുപോലെ തന്നെ മദ്യവും. പിന്നെ ഉണ്ടല്ലോ, ഇത് കൂടി വരും. വീര്യമുള്ള സാധനങ്ങള്, കഞ്ചാവ്, അങ്ങനെ പല സാധനങ്ങളും ഇപ്പൊ കിട്ടുവേ. ആന്റണിയുടെ കൂടെയാണല്ലോ സഹവാസം. അപ്പൊ പിന്നെ ഇതല്ല, ഇതിനപ്പുറവും നിന്റെ അനിയൻ ചാടി കടന്നിരിക്കും. അവന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് വിഷമമൊക്കെ ഉണ്ട്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഈ സച്ചി പറയുന്ന ആരെങ്കിലും കേൾക്കുവോ? എനിക്ക് ലേറ്റ് ആയി. ഇപ്പൊ ഒരു കാര്യം ചെയ്യും, ഭക്ഷണം എടുക്കാൻ, എനിക്ക് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് സച്ചി സിമ്പിൾ ആയിട്ട് അകത്തേക്ക് കയറി പോയിട്ട്. കാരണം ശരത്തിന്റെ കാര്യത്തിൽ ഇടപെടില്ല എന്ന് നമ്മുടെ സച്ചി തീരുമാനിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചി പോയപ്പോ ആന്റണി ആയിട്ടുള്ള കൂട്ടുകെട്ട് ഞാൻ അവസാനിപ്പിച്ചിരിക്കും, നാളെ ഞാൻ അവസാനിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞ് നിൽക്കുക. കാരണം
സച്ചിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ നമ്മുടെ ആന്റണിയെ നേരിട്ട് പോയി കാണാമെന്ന ഒരു ഉദ്ദേശമാണുള്ളത് കേട്ടോ. അപ്പൊ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മുടെ സുധിക്ക് തുടങ്ങിയിട്ടുണ്ട് ഉറക്കക്കുറവ്. അങ്ങനെ നമ്മുടെ സുധി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തലയൊക്കെ ഇട്ട് മറിച്ചിട്ട് എന്റെ പൊന്നു ഭഗവാനെ ഉറങ്ങാനും പറ്റുന്നില്ല, ഞാൻ എന്താ ചെയ്യുന്നത്, ബാക്കിയുള്ളവർക്ക് ഉറക്കമില്ല, ഒന്നുമില്ല, ദേ കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ, ഇവർക്കൊക്കെ എങ്ങനെ ഉറങ്ങാൻ പറ്റുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉറക്കമില്ലായ്മ വന്നിട്ട് ഇങ്ങനെ കുത്തിപ്പിടിച്ച് നമ്മുടെ സുധി ഇരിക്കുക. ഇതൊന്നും അറിയാതെ ശ്രുതി അടുത്ത് കിടപ്പുണ്ട് കേട്ടോ. ആ പൊട്ടന്റെ കയ്യിലാണ് ഇപ്പോഴും ആ കത്ത് വെച്ചേക്കുക. നമ്മളൊക്കെയാണ് വലിച്ചീറി കളയില്ലേ. ആ പൊട്ടൻ സൂതി എന്ത് ചെയ്യുന്നു, അത് പോക്കറ്റ് ഇട്ട് വെച്ചേക്കുന്നു, ഇടയ്ക്ക് അതെടുക്കുന്നു വായിക്കുന്നു, നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള സംഭവം കാണാതിരിക്കുവാണെങ്കിൽ സമാധാനം ഉണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് അത് വലിച്ചീറി കളയത്തില്ലേ. അതൊന്നും അല്ല ചെയ്യുന്നത്. അതെടുക്കുന്നു വായിക്കുന്നു, എടുക്കുന്നു വായിക്കുന്നു, വീണ്ടും ടെൻഷൻ തന്നെ കയറി വരുന്നു. അപ്പം ആ ഒരു ടെൻഷൻ കയറി വന്നിട്ട് ഉറങ്ങാനും പറ്റുന്നില്ല. അപ്പം ആ ഒരു കത്തും കൂടെ കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടും ടെൻഷൻ. നീ ആത്മഹത്യ ചെയ്യും, സച്ചി ഒരാളെ കൊല്ലും, അതായത് നിന്റെ അമ്മ ആത്മഹത്യ ചെയ്യും, നിന്റെ അമ്മ നിന്നെ കൊല്ല ചെയ്യും. ഇതൊക്കെ ഇങ്ങനെ വായിച്ചിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. എന്റെ ഈശ്വര, എന്തിനാ എന്നോട് ഇങ്ങനെ പരീക്ഷണം? ഇത് ആരോടെങ്കിലും പറയണമല്ലോ, ഇല്ലെങ്കിൽ ശരിയാവില്ല, അത് ആരോടെങ്കിലും പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ എന്റെ മനസ്സിലിരുന്ന് വിങ്ങി പൊട്ടും. അപ്പോഴത്തേക്കും ശ്രുതിയുടെ മുഖത്ത് നോക്കിയപ്പോഴത്തേക്കും കണ്ടില്ലേ, പോത്ത് പോലെ കിടന്നുറങ്ങുന്നു, ഒന്നും അറിയണ്ടല്ലോ, ഒന്നും അറിയണ്ട, തിന്നുക ഉറങ്ങുക, വേണ്ട ഇനിയിപ്പോ ഉറക്കത്തിൽ നിന്ന് വിളിച്ചാൽ അവളുടെ വഴക്കും കൂടെ ഞാൻ കേൾക്കേണ്ടി വരും. ഇതാരോടാ ഇപ്പം പറയുന്നത്? ഇത് അമ്മയോട് പോയി പറയാം. ഏതായാലും അമ്മ ഇതറിഞ്ഞിരിക്കേണ്ടത്, അമ്മ ഇതറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ട് നേരെ ചെല്ലാണ് ചന്ദ്രയോട് കാര്യവിവരങ്ങളൊക്കെ പറയാനായിട്ട്. ഏതായാലും നമ്മുടെ സുധി ഫോണും എടുത്ത് ചന്ദ്രനെ വിളിച്ചു. ചന്ദ്ര, അയ്യോ ഇതാരാ ഈ പാതിരാത്രി വിളിക്കുന്നതെന്ന് പറഞ്ഞ് പതിയെ ഫോണൊക്കെ ഇങ്ങനെ എടുത്തിട്ട്, എന്താടാ നിനക്ക് എന്നെ പ്രാന്താണോടാ, നീ അപ്പുറം കിടന്നിട്ട് എന്തിനാടാ ഈ പരിപാടി എന്നോട് ചെയ്യുന്നത്, എനിക്ക് ഉറങ്ങണോടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അമ്മ ഒന്നിങ്ങോട്ട് വന്നമ്മേ പ്ലീസ് അമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ടമ്മേ, സീരിയസ് അമ്മ, പാതിരാത്രി ഉറക്കം കളയാനായിട്ട് ഇപ്പൊ വരാം, നീ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രൻ അങ്ങോട്ട് ചെന്നു. എന്താടാ ഈ പാതിരാത്രി, നട്ടപ്പാതിരാത്രി ഉറക്കം കളയാൻ നിനക്ക് എന്താടാ, നിനക്ക് തലയ്ക്ക് വട്ട് പിടിച്ചോ? ഇങ്ങനെ പോയാൽ വട്ട് പിടിക്കും അമ്മേ, ഇങ്ങനെ പോയാൽ വട്ട് പിടിക്കും. എങ്ങനെ പോയാൽ വട്ട് പിടിക്കും? ഇങ്ങനെ പോയാലോ അമ്മേ, ഇതൊന്ന് വായിച്ചു നോക്കിയമ്മേ, ഇതേ ഒരാൾ എനിക്ക് കൊണ്ട് തന്നതാ. ഏതായാലും നമ്മുടെ ചന്ദ്ര, അതിങ്ങ് തന്നേ, എന്നാ പിന്നെ ഞാൻ വായിക്കാന്ന് പറഞ്ഞ് വായിക്കുകയാണ്. വായിച്ചപ്പോഴത്തേക്കും ചന്ദ്രയും എന്റെ പൊന്നോ ഞെട്ടിയില്ല. ചന്ദ്ര ചോദിച്ചു, ആരാടാ നിനക്ക് ഇത് തന്നതെന്ന് ചോദിച്ചു. എനിക്കറിയില്ല അമ്മേ, ആരാ തന്നതെന്നൊന്നും, ഏതോ ഒരു ജയിലിൽ കിടന്ന ഗുണ്ട ഇത് തന്നിട്ട് പോയി. ഒരു മിന്നായം പോലെ കണ്ടു. അയാൾക്ക് ചായയും വടയും വരെ മേടിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്ന് എനിക്ക്. അയാള് പോയി. എനിക്കറിയില്ല, എനിക്കിപ്പോ ഉറങ്ങാൻ പറ്റുന്നില്ല അമ്മേ, ഞാൻ എന്താ അമ്മേ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞോണ്ട് അങ്ങ് കരയാനും തുടങ്ങി സുധി. അമ്മേ, ഞാൻ ആകെപ്പാടെ പേടിച്ച് വിറച്ച് നിൽക്കുക അമ്മേ, ഞാൻ ആത്മഹത്യ ചെയ്യുന്ന ഇതിൽ പറയുന്നത് കണ്ടില്ലേ? അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ അറ്റാക്ക് വന്ന് ചത്തുപോകുന്ന ഈ എഴുതിയേക്കുന്നത്, അപ്പൊ ഞാൻ മരിക്കുന്നതിന് നിനക്ക് പ്രശ്നമില്ലേ സുധി? അത് ശരിയാ, അമ്മയ്ക്ക് ഒന്നുമില്ലെങ്കിലും കുറച്ച് പ്രായമെങ്കിലും ആയില്ലേ, ഞാൻ അങ്ങനെയാണോ? അമ്മേനെക്കാളും എത്ര വയസ്സിനാണപ്പോ? ഞാന് ചത്തുപോയി എന്ത് ചെയ്യും? ഞാനൊരു യുവാവല്ലേ, എനിക്ക് ഇനിയും ജീവിക്കണ്ടേ? ജീവിച്ച് കൊതി തീർന്നിട്ടില്ല അമ്മേ, അമ്മയ്ക്ക് വയസ്സായില്ലേ. ഏതെങ്കിലും ഒരുത്തൻ എഴുതിയെന്ന് കരുതി ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നുണ്ടോ മോനെ? അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും അമ്മേ? ഞാൻ എന്ത് ചെയ്യും? അയ്യോ, കൊടും രാത്രി, കൂരിരുട്ട്, എങ്ങും നിശബ്ദത മാത്രം, നിശബ്ദത. എവിടെ നിന്നൊക്കെയോ പട്ടികളുടെ അങ്ങനെയുള്ള ശബ്ദം കേൾക്കുന്നു. കുറുക്കന്മാര് ഓരിയിടുന്നു. അമ്മേ, എനിക്ക് പേടിയാവും അമ്മേ, നമ്മളെല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കും. ആ ഭീകര രാത്രിയിൽ നമ്മുടെ വീട്ടിനകത്ത് അയ്യോ ഒരു കള്ളൻ കയറുന്നു. എന്തായിരിക്കും അമ്മേ സംഭവിക്കാൻ പോകുന്നത്? പറ. നമ്മുടെ എല്ലാം നശിപ്പിക്കുന്നു. അമ്മയ്ക്ക് അറ്റാക്ക് വരും. ലാസ്റ്റ് ഞാൻ ആത്മഹത്യ ചെയ്യും. ലാസ്റ്റ് അച്ഛനെ അയാളെ കുത്തി കൊല്ലുമ്പോൾ സച്ചി എന്ത് ചെയ്യും? സച്ചി അച്ഛനെ കൊന്ന അയാളെ കൊല്ലും. എല്ലാം ഇപ്പൊ ഒരുപോലെ ആയില്ലേ? ഇപ്പം ഈ കത്തില് എഴുതിയ പോലെ ആയില്ലേ? ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. എനിക്കറിയാം, സച്ചി ആ കള്ളനെ കൊല്ലും, അറ്റാക്ക് വന്ന് അമ്മ മരിക്കും, ഞാന് ആത്മഹത്യ ചെയ്യും. അയ്യോ, എനിക്ക് പേടിയാവുക അമ്മ, ഇനി എന്ത് ചെയ്യും? ഇതെല്ലാം കൂടെ കേട്ടിട്ട് നമ്മുടെ ചന്ദ്രയ്ക്കും പേടിയാവുകയാണ് കേട്ടോ. ഏതായാലും ഇതൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. കൂടെ നമ്മുടെ സുധിക്കൊരു ഒറ്റ അടിയും കൂടെ കിട്ടുന്നുണ്ട് ചന്ദ്രയുടെ കയ്യിൽ നിന്ന്. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഏതായാലും കിടിലൻ എപ്പിസോഡാണ് കേട്ടോ. മിസ് ചെയ്ത് കളയരുത്. വൈകിട്ടും കൂടെ എല്ലാവരും ഒന്ന് കണ്ടേക്കിട്ടോ. അപ്പൊ കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം അടുത്ത വിശേഷവുമായിട്ട് വരാട്ടോ. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. രേവതിയുടെയും സച്ചിയുടെയും വിശേഷം നമ്മൾ ഇതിലാണ് ഇടുന്നതെങ്കിൽ അലീനയുടെ വിശേഷം റിയൽ സ്റ്റോറിക്കകത്തും അപ്കമിങ് വിശേഷം നമ്മൾ റിയൽ സ്റ്റോറി ന്യൂവിലും ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ.